വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് കോട്ടയത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്. തൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ഇന്നാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമുക്ക് ഈ സമയത്ത് ലോകം എമ്പാടുമുള്ള എല്ലാവരും ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ ഫാമിലിയെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ സഹോദരിയെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഓരോ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് ഓരോ പ്രാർത്ഥനകളും കേട്ട് കർത്താവ് സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ മേൽ സകല അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ. കുടുംബമായി എല്ലാവരും കർത്താവെ അങ്ങേ അറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവെ നീ സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഫ്യൂച്ചറിലേക്ക് കർത്താവ് നടത്തണമേ. ആത്മീയമായും ഭൗതികമായും കുടുംബത്തിലും സകല അനുഗ്രഹങ്ങളും ദൈവിക സമാധാനവും നൽകി അങ്ങ് നടത്തണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. And many happy returns of the day. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തോപ്പുംപടി ജൂലൈ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദ ഗ്രേറ്റ് മറീന മാൾ, പഴയ പാലത്തിന് സമീപം, തോപ്പുംപടി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട ജൂലൈ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു. വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും അന്നു തീരൂ. വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും അന്നു തീരും. എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. നമ്മൾ ഇന്നലെ ആരംഭിച്ച വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്ന ഒരു സീരീസാണ് ഗോഡ് ഈസ് ഏബിൾ. ശക്തനായ ദൈവം നമ്മുടെ ഏത് കാര്യങ്ങളിലും നമ്മെ ശക്തീകരിക്കാൻ കഴിവുള്ള, നാം സങ്കല്പിക്കുന്നതിനേക്കാൾ, കണക്ക് കൂട്ടുന്നതിനേക്കാൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒക്കെ ഉപരിയായി ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് ആ ആത്മശക്തിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്.
ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം. നിങ്ങളുടെ ബൈബിൾ തുറക്കുക. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ ഉപയോഗിക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും. സോ ഇവിടെ ഗിവിങ്ങിനെ കുറിച്ച്, കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രത്യേകത, ഗോഡ് ഈസ് എ ലാവിഷ് ഗോഡ്. ധാരാളമായി നൽകുന്നൊരു ദൈവം. നോ ബഡി ഇൻ ദ വേൾഡ് ക്യാൻ ബീറ്റ് ഗോഡ് ഇൻ ഗിവിങ്. കൊടുക്കുന്ന കാര്യത്തിൽ ദൈവത്തെ തോൽപ്പിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഗോഡ് ഈസ് എ മാഡ് ഗിവർ. ഭയങ്കരമായി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, സപ്ലൈ ചെയ്യുന്നൊരു സ്വഭാവമാണ് ദൈവത്തിനുള്ളത്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ആകാശത്തെ നോക്കൂ, അളക്കാൻ കഴിയുമോ? ഭൂമിയുടെ പരപ്പൊന്ന് നോക്കൂ, ഭൂമിയിലെ മൺതരികളെ നോക്കൂ, ഓക്സിജൻ്റെ വോളിയം നോക്കൂ, തലയിലെ മുടി ഒന്നെണ്ണി നോക്കൂ, വൃക്ഷലതാദികളുടെ എണ്ണം നോക്കൂ, പക്ഷിമൃഗാദികളുടെ എണ്ണം നോക്കൂ, ഭൂമിയിലെ മനുഷ്യരുടെ എണ്ണം നോക്കുക. എല്ലാം ലാവിഷായി ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 1 യോഹന്നാൻ 3:1 നമ്മൾ കാണുന്നത്, ലുക്ക് ഹൗ ഗ്രേറ്റ് ഈസ് ദ ലവ് ദ ഫാദർ ഹാസ് ലാവിഷ്ഡ് ഓൺ അസ്. സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ദൈവം പിശുക്ക് കാണിക്കത്തില്ല. ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ ആർക്ക് സാധ്യമല്ല. സോ ഹി ഹാസ് ലാവിഷ്ഡ് ഹിസ് ലവ്. അങ്ങനെ സ്നേഹത്തെ ധാരാളമായി നമുക്ക് നൽകി സ്നേഹം ധൂർത്തടിച്ച ഒരു പിതാവാണ് സ്വർഗത്തിലെ പിതാവ്. ദർ ഈസ് നോബഡി ലൈക്ക് ഹിം. പണ്ടൊരിക്കൽ ഹന്ന എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. 1 സാമുവേൽ എന്ന പുസ്തകത്തിൽ നമുക്കിത് വായിക്കാൻ കഴിയും. ഈ ഹന്ന, എൽഖാന എന്ന് പറയുന്ന തൻ്റെ ഭർത്താവിന് 2 ഭാര്യമാരുണ്ട്. പെനീന എന്നൊരു വേറൊരു ഭാര്യ കൂടിയുണ്ട്. അന്ന് പോളിഗാമി, ബഹുഭാര്യാത്വമൊക്കെ നിലവിലിരിക്കുന്ന കാലമാണ്. സോ ഹന്നയ്ക്ക് മക്കളില്ല, പെനീനയ്ക്ക് മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാര്യ ഈ ഭാര്യ ഒത്തിരി ഇൻസൾട്ട് ചെയ്തു. ഒരു ഭാര്യയ്ക്ക്, ഒരു സ്ത്രീക്ക് കുഞ്ഞില്ലെങ്കിൽ ഉള്ള ആ പ്രയാസം എന്ന് പറയുന്നത്, അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതറിയാൻ സാധിക്കും. സോ ആ കുഞ്ഞില്ല എന്ന ഒറ്റ ഭാരത്താൽ വളരെ തകർന്ന് ഒരു ദിവസം അവൾ ദേവാലയത്തിലേക്ക് അങ്ങ് കയറി ചെന്നു. അവിടെ ചെന്നിട്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അവളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച ഏറ്റവും ഇഫക്റ്റീവ്, സിൻസിയർ പ്രെയർ ആയിരുന്നു. കണ്ണുകളടച്ച് ചുണ്ടുകൾ അനക്കി അവളങ്ങനെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് പകർന്ന് പ്രാർത്ഥിച്ചു. ആരെ, എവിടെ, ചുറ്റും എന്താ നടക്കുന്ന ഒന്നും നോക്കുന്നില്ല. അതുപോലെ ഷി പോർഡ് ഔട്ട് ഹെർ ഹാർട്ട് ആൻഡ് പ്രേഡ്. ആ സമയത്ത് ആ ദേവാലയത്തിലെ പ്രീസ്റ്റ് അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. ഏലി എന്നൊരു പുരോഹിതൻ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഇത് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. ഈ സ്ത്രീ രാവിലെ എന്തോ മദ്യം കഴിച്ചിട്ട് ലഹരി പിടിച്ച് വെളിവില്ലാതെ വന്നിരിക്കുക എന്ന് വെച്ച് ശകാരിച്ചു. എന്നാൽ അവൾക്കറിയാം അവൾ പ്രാർത്ഥിച്ചത്. പുരോഹിതൻ പോലും ഇവളെ തെറ്റിദ്ധരിച്ചു. എന്നാൽ ദൈവത്തോട് ഈ ഹന്ന പറഞ്ഞത്, ദൈവമേ, എനിക്കൊരു മകനെ തരണേ, തരുവാണെങ്കിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി തന്നേക്കാം. ഹന്ന പ്രാർത്ഥിച്ചതൊരു മകന് വേണ്ടിയാണ്. കുറേ വർഷങ്ങൾ കാത്തിരുന്നു. എന്നാൽ അവൾക്ക് ലഭിച്ചത് ദാൻ എന്ന് പറയുന്ന സ്ഥലം മുതൽ ബർഷീബ എന്ന് പറയുന്ന സ്ഥലം വരെ ഉള്ള വലിയൊരു റീജിയണിൽ ഏറ്റവും വിശ്വസ്തനായി, ആ തലമുറ കണ്ടിട്ടില്ലാത്ത ഒരു വലിയൊരു പ്രവാചകനെയാണ് ദൈവം അവളിൽ നിന്നും എഴുന്നേൽപ്പിച്ചത്. സാമുവേൽ എന്ന പ്രവാചകൻ അനേക രാജാക്കന്മാരെയും അനേകരെ അഭിഷേകം ചെയ്യുവാൻ തന്നെ ദൈവം ഉപയോഗിച്ചു. സോ ഇതുപോലെ നാം ചോദിക്കുന്നതിനേക്കാൾ വലുത് തരാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. നാം ചോദിക്കുന്നതിനേക്കാൾ ഒത്തിരി 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 ഉയർന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. വിചാരിക്കുന്നതിനപ്പുറത്ത് ചെയ്യുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. എങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഹി ബ്രോട്ട് മീ ടു ദ ബാങ്ക്വറ്റിംഗ് ടേബിൾ. ഒരു പ്ലേറ്റിൽ ഒരു അല്പം ഭക്ഷണം കിട്ടിയാൽ മതി ഒരു വയറിന്. എന്നാൽ ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു വലിയ വിരുന്ന് ശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇഷ്ടമുള്ളതുപോലെ തിന്നുവാൻ എന്ന് പറഞ്ഞ്, ഞാൻ സാധാരണ പറയാറുണ്ട്, ബുഫേ സിസ്റ്റം. ഇവിടെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളോ കാറ്ററിംഗ് യൂണിറ്റുകളോ ഒന്നുമല്ല തുടങ്ങിയത്. ബുഫേ യൂണിറ്റ് ആദ്യം തുടങ്ങിയത് നമ്മുടെ ദൈവമാണ്.
ബുഫേ സിസ്റ്റം തുടങ്ങിയത് നമ്മുടെ ദൈവമാണ്. സോ ദൈവം വിരുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പറയും, ഇഷ്ടമുള്ളതുപോലെ എടുത്ത് കഴിച്ചു. ചോയ്സ് ഇസ് യുവേഴ്സ്. ഇതുപോലെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഈ ബ്രദർ കുറേ മെസ്സേജൊക്കെ പറയുന്നുണ്ട്, എനിക്കെന്ത് കിട്ടാനാ? നോ, സോ മെനി hundreds and thousands and millions of people are getting blessed through this program. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ, നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായി ദൈവത്തിന് ഈ പ്രോഗ്രാമിലൂടെ ചെയ്യാൻ സാധിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ, നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നതിനേക്കാൾ അപ്പുറത്ത് ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. ഒരിക്കൽ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നൊരു സഹോദരി കൂട്ടായ്മയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഒറ്റ മുറി വീട്ടിൽ ആ കുടുംബം മുഴുവനും കൂടെ അവരുടെ വളർത്തുമൃഗങ്ങളും ചെടിയും ചെടിച്ചട്ടിയും ഇതെല്ലാം കൂടെ ഒറ്റ മുറിയിൽ ജീവിച്ചിരുന്നൊരു കുടുംബത്തെ എനിക്ക് ഓർമ്മ വരുന്നു. ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവർ വിശ്വസിച്ചു, അവരും ദൈവത്തോട് ചോദിച്ചു. അവർ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ 2 ബെഡ്റൂമെങ്കിലും ഒരു വീട് ഞങ്ങൾക്ക് തരണേ, സ്വസ്ഥമായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ 2 ബെഡ്റൂമുള്ളൊരു വീട് ഞങ്ങൾക്ക് തരണേ. വാടകയ്ക്കാണ് മറ്റേ വീട്ടിൽ താമസിച്ചിരുന്നത്, ഒറ്റ ബെഡ്റൂമുള്ള വീട്ടിൽ. ചില മാസങ്ങൾക്ക് ശേഷം അവരെന്നെ വിളിച്ചു, ഹൗസ് വാമിങ്ങിന് വേണ്ടി വന്ന് വീട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. ചെന്നപ്പോൾ കണ്ടത് 5 ബെഡ്റൂമുള്ളൊരു വീട് ദൈവർക്ക് കൊടുത്തു. ചോദിച്ചത് 2 ബെഡ്റൂമാണ്. എന്നാൽ നമ്മൾ ചോദിക്കുന്നതിൽ ഉപരി നൽകുവാൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവം പിശുക്കനല്ല. ഗോഡ് ഈസ് എ ലാവിഷ് ഗോഡ്. ഇത് നമ്മൾ മറക്കരുത്. ഒരിക്കൽ ഒരു രാജാവിൻ്റെ അടുക്കൽ ഒരു രാജാവ് ഇങ്ങനെ വീഥിയിലൂടെ പോകുമ്പോൾ ഒരാൾ വന്ന് ഭിക്ഷ യാചിച്ചു. രാജാവെ വല്ലതും തരണേ. സോ ഈ ഭിക്ഷ യാചിച്ച സമയത്ത് ഭിക്ഷക്കാരൻ്റെ അകത്തൊരു പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും രാജാവ് തരാതിരിക്കില്ല, ഒരു നാണയത്തൊട്ടെങ്കിലും എറിഞ്ഞു തരും. എന്നാൽ അദ്ദേഹം ചെയ്തത്, പിന്നിലേക്ക് തിരിഞ്ഞ് തൻ്റെ സേവകരോട് കൽപ്പിച്ചു, പിന്നെ കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ. അന്നത്തെ കാലത്ത് സോ കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. മാത്രമല്ല രാജാവിൻ്റെ അകത്തൊരു വിഷമമുണ്ടായി. തൻ്റെ രാജ്യത്ത് യാചകരോ, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് താൻ പറഞ്ഞു, തൻ്റെ മന്ത്രിയെയും വേണ്ടപ്പെട്ടവരെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗം ഈ വ്യക്തിക്ക് ഒരു വീട് പണിത് കൊടുക്കുക. ഉടൻ തന്നെ മന്ത്രിയും ബാക്കിയുള്ളവരും ആലോചിച്ച് രാജ്യത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അതിനുള്ള സ്ഥലം റെഡിയാക്കി വീട് പണിയാൻ തുടങ്ങി. വീട് പണിത് ഈ യാചകനായിരുന്ന വ്യക്തിക്ക് ഈ വീട് കൈമാറി കഴിഞ്ഞപ്പോൾ രാജാവിന് ഒരിഷ്ടം, രാജാവിന് തിരുവുള്ളമുണ്ടായി, ആ വീട് എങ്ങനെയാണ് പണിതിരിക്കുന്നതെന്ന് കാണണം. ഉടൻ തന്നെ രാജാവ് തൻ്റെ ആഗ്രഹം തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ വേഗത്തിൽ തന്നെ രാജകൊട്ടാരത്തിൽ നിന്നും ഈ പണിയപ്പെട്ട വീട് വരെ രാജാവിൻ്റെ രഥം പോകത്തക്ക രീതിയിൽ രാജകീയമായൊരു വഴി വെട്ടി, ഒരു നല്ലൊരു റോഡ് റെഡിയാക്കി. ചുറ്റുപാടും രാജാവായി എഴുന്നള്ളുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വഴികളുണ്ടായി. രാജാവ് വീട്ടിൽ വന്നാൽ ഇരിക്കണ്ടേ, അതിന് പറ്റിയ രീതിയിലുള്ള ഫേർണിച്ചറുകൾ ഉണ്ടാക്കി. അങ്ങനെ സകലവും രാജകീയമായ രീതിയിൽ അവിടെ തയ്യാറാക്കപ്പെട്ടു. എല്ലാത്തിനും കാരണം എന്താ? ആ യാചകൻ വന്ന് ചോദിച്ചതാണ്. പക്ഷെ ചോദിച്ചപ്പോൾ കിട്ടിയതോ താൻ വിചാരിച്ചതിനേക്കാൾ, താൻ ആകെ പ്രതീക്ഷിക്കുന്നത്, സാധാരണ കൈ നീട്ടിയാൽ ആരെങ്കിലുമൊക്കെ ഒരു നാണയം ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കും. എന്നാൽ അന്ന് തന്നെ കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. എന്നാൽ അത് കൂടാതെ ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് മാറി. ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തിയുടെ ലൈഫേ മാറി, ലൈഫ് സ്റ്റൈൽ മാറി, തൻ്റെ സ്റ്റേറ്റസ് വരെ മാറിപ്പോയി. ഇതുപോലെയാണ് രാജാവായ ദൈവത്തോട് നമ്മൾ സമീപിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ പലപ്പോഴും ഇതെല്ലാം പ്രാപിക്കാനും അനുഭവിക്കാനും പറ്റാതിരിക്കുന്നത് നമ്മുടെ അവിശ്വാസമാണ്. ഇതിലൊന്നും വിശ്വാസം, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും, മരണം വരെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും, ഞാനിതാ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക, എപ്പോഴാണ് ദൈവം എന്നെ വിളിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, വിളിക്കുമ്പോൾ ഞാനങ്ങ് പോവും, വലിയ പ്രതീക്ഷയൊന്നും ജീവിതത്തിലില്ല, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നതുപോലെ നിരാശയിൽ കഴിയുന്ന പലരുമുണ്ട്. എന്നാൽ അതെല്ലാം വിട്ടുണർന്ന് ദൈവത്തിന് എനിക്ക് വേണ്ടി ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ആത്മീയമായി ദൈവത്തിന് എത്രത്തോളം നമ്മെ അനുഗ്രഹിക്കണമെന്ന്
ആഗ്രഹിക്കുന്നു അതുപോലെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ദൈവത്തോട് അടുക്കുന്ന, ആത്മീയമായി വളരുന്ന, കൂടുതൽ പ്രാർത്ഥിക്കുന്ന, കൂടുതൽ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വർഷമാക്കി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റാൻ പോവുകയാണ്. ബ്ലെസ്സിംഗ് ടുഡേ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഉഷയാണ് സംസാരിക്കുന്നത്. ഉഷ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓ, അത് ശരി. ഞാനിത് സിസ്റ്റർ ക്ഷമയാണ് കേട്ടോ. എന്റെ കൂടെ ബ്രദർ ഡാമീനുണ്ട്. അപ്പൊ സിസ്റ്റർ ഉഷ ചോദ്യം ചോദിച്ചോളൂ. ചോദിച്ചോളൂ സിസ്റ്ററെ. ബ്രദറെ, ആക്ച്വലി ഞാനാണെങ്കിൽ എനിക്ക് 13 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അപ്പൊ ഞാനൊരു ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ബ്രദറിന്റെ ആ TV പ്രോഗ്രാം കാണുമ്പോൾ ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഈ വിഷയം മാത്രമേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. ആ സമയത്ത് എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം എനിക്ക് കുഞ്ഞിനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഞാനത് കൂടുതലുമായിട്ട് ഞാൻ ഏറ്റെടുത്തു. ആ ട്രീറ്റ്മെന്റിന് പോയി. അവിടെ ചെന്നപ്പോഴും എനിക്കാണെങ്കിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ അവിടെ പോയി. എല്ലാ IVF ചെയ്യാനായിരുന്നു പോയത്. എല്ലാം ചെയ്ത് കഴിയുമ്പോഴും എപ്പോ പ്രാർത്ഥിക്കുമ്പോഴും ബൈബിളെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം എനിക്കിത് കാണിക്കുന്നുണ്ട്. ആ പ്രയർ ഡയറി എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എനിക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്റെ അത് ഫെയിലായി പോയി. അപ്പൊ എനിക്ക് അത് എന്തുകൊണ്ടാണ് ഞാൻ കണ്ടപ്പോ അവിടെ എനിക്ക് തന്നില്ലല്ലോ എന്നുള്ള അത് എന്റെ കുറവാണോ മനസ്സിലായി. ഈ കണ്ടു എന്ന് പറയുന്നത് എങ്ങനെ ഒരു വിഷനായിട്ട് കണ്ടതാണോ, അത് മനസ്സിൽ തോന്നിയതാണോ? വിഷനാണോ? കണ്ണടയ്ക്കുമ്പോ ആ ഒരു ഇതായിരിക്കും കാണിക്കുന്നത്. അത് കാണിച്ചപ്പോ ഞാനത് വിശ്വസിച്ചു. അത് ശരിയായിട്ട് എനിക്ക് കിട്ടും എന്നുള്ള ഞാൻ പൂർണ്ണമായി. അപ്പം ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി പോയി. അത് മനസ്സിലായി. അതുകൊണ്ട് വലിയൊരു നിരാശ വന്നു അല്ലേ? നിരാശയായി. ഇപ്പൊ അതെല്ലാം മാറി ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുക. വെരി ഗുഡ്. അത് തന്നില്ലല്ലോ എന്നുള്ള ഒരു ഉള്ളിലൊരു ഇതുണ്ട് ഇപ്പോഴും. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷൻ പോലെ കണ്ടിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? ആ വേദന എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയും ആ വേദനയും എന്തുകൊണ്ടും ഉഷ മനസ്സിലാക്കിയ പോലെ തന്നെ മനസ്സിലാക്കിയ ഒരു സ്ത്രീയാണ് ഞാനും. അപ്പോൾ ആ സമയത്തെല്ലാം ഇതുപോലെ ദൈവം എന്നോട് ഒരു കുഞ്ഞിനെ നൽകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതൊന്ന് ഞാൻ കാണുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിനിടയിൽ ആ ഒരു നന്മയിലേക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രാർത്ഥനയുടെയും ഇടയിലൊരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് ചില കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ ഉത്തരം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബ്രദർ ഡാമീനാണ് ഇപ്പോൾ നൽകാനായിട്ട് പോകുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴും ആ വെണ്ണീറായ ചാരമായതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ എനിക്ക് ഉത്തരം തരും എന്ന് പറയുന്നതാണ് വിശ്വാസം. എബ്രായ ലേഖനം 11:6 പറഞ്ഞ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ വൈകുന്നു, 13 വർഷമായി. എന്നാൽ എന്തുകൊണ്ട് വൈകുന്നു? എനിക്ക് ഉത്തരം തരാനില്ല. കാരണം ഞാനല്ല കുഞ്ഞുങ്ങളെല്ലാവർക്കും നൽകുന്നത്, ദാതാവ് സൃഷ്ടാവ് ഞാനല്ല, ദൈവമാണ് തരുന്നത്. അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്നു. അദ്ദേഹം 25 വർഷം കാത്തിരുന്നു. വാഗ്ദത്തം കിട്ടിയ ശേഷം അപ്പോഴേക്കും 100 വയസ്സായി. പക്ഷെ എഴുതിയിട്ടുണ്ട്, ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ വിശ്വസിച്ചു. ഇനി ഇതൊക്കെയാണെങ്കിലും ഞാൻ പറയാം, നെഗറ്റീവ് പറയുകയാണെന്ന് വിചാരിക്കരുത്. ചില കേസുകളിൽ, ചില കാര്യങ്ങളിൽ എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഒരു ദിവസം ഇങ്ങനെ പറയാം, നമ്മൾ പിടിവാശി പിടിച്ചൊക്കെ എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും 100-ൽ 99% നമ്മൾ വെച്ചേക്കും, 1% ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒരു ഗ്യാപ്പ് ഇട്ടേക്കുക. എന്ന് വെച്ചാൽ യേശു ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് സാറിന് പറയാനുള്ളത്. ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ? പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇപ്പം എൻ്റെ ഇഷ്ടം, എനിക്കിഷ്ടപ്പെട്ടത് അതാണ് നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പിതാവിനോട് ഹൃദയമേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നോർമലായി, നമ്മൾ പീസ്ഫുള്ളായി, വി ആർ അറ്റ് പീസ്. കാരണം കർത്താവിൻ്റെ ഇഷ്ടം നടക്കണം. അതെന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതുകൂടെ ഏത് വിഷയം പ്രാർത്ഥിക്കും. ഇപ്പോൾ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഒരു കല്യാണം നടക്കണം. ചില പെൺപിള്ളേരും ആൺപിള്ളേരും ഭയങ്കരമായി മല്ലിട്ട് എൻ്റെ കല്യാണം നടക്കണം, ഈ വർഷം നടക്കണം, 3 മാസത്തിൽ നടക്കണം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും.
അപ്പോഴും അതിനിടയിൽ കർത്താവേ എങ്കിലും എൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഒരു ചെറുക്കനെ കണ്ടു എനിക്ക് അവനെ തന്നെ വേണം, ഒരു പെണ്ണിനെ കണ്ടു എനിക്ക് അവളെ തന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചാവും എന്ന് പറയുന്നേ കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. ഇനി ഞാനൊരു തെറ്റായ ഒരു പെണ്ണിനെയാണോ കണ്ടുവച്ചിരിക്കുന്നത്, തെറ്റായ ഒരു ചെറുക്കനെയാണോ കണ്ടുവച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതം പോയില്ല. അതുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. ഇങ്ങനെ ഒത്തിരി പിടിവാശി പിടിക്കാതെ ആ പിടി വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ദാറ്റ്സ് ഇറ്റ്. ദൈവം അവിടെയാണ് പ്രസാദിച്ച് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് ഒരു നെഗറ്റീവായി ഞാൻ എന്തെങ്കിലും പറഞ്ഞത് ഒരിക്കലും ചിന്തിക്കല്ലേ. ഏത് വിഷയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ദൈവികമായ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അയ്യോ കർത്താവ് എന്നാലും എന്നെ ഉപേക്ഷിച്ചല്ലോ, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ IVF നടത്തി ഇത്രയും ചെയ്തിട്ട് ഞാൻ പ്രതീക്ഷിച്ചു. അതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ സിസ്റ്റർ പറഞ്ഞത് പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിനെ കണ്ടു. അതുകൊണ്ടാണ് കൂടുതൽ ദൈവം കാണിച്ചു തന്നിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ കാണിച്ചു തന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ തന്നെ ദൈവം തന്നൊരു ദർശനമാണോ എന്ന് നമ്മൾ ഒന്ന് ഡിസേൺ ചെയ്യുന്നത് വിവേചിക്കുന്നത് നല്ലതാണ്. കാരണം ദൈവം തന്ന ദർശനമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവം ചെയ്യുമല്ലോ. അത് ഈ കാര്യത്തിൽ തന്നെ ആണോന്നില്ല, ഏത് സമയത്തും കുഞ്ഞിനെ ദൈവത്തിന് തരാം. നമ്മുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ആദ്യം ഉണ്ടായ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു. എന്തായിരുന്നു പ്രതീക്ഷ? ഞാൻ സ്വീറ്റ്സ് വരെ അവിടെ ഇവിടെയൊക്കെ മിഠായി കൊടുത്തു, എന്തെല്ലാം ചെയ്തത്. പക്ഷേ 3.5 മാസത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സമയത്ത് ഐ വാസ് റിയലി ഷാറ്റേഡ്. കാരണം അന്ന് എനിക്ക് അത്രയും പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. അപ്പം അതുപോലെ ആ കുഞ്ഞിനെ കണ്ടത് ദൈവം തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എപ്പോഴും നമ്മളൊരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും പോസിറ്റീവായി ആ കുഞ്ഞിനെ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണാം. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ദൈവം തന്നെ തന്നതാണെന്ന് ആധികാരികമായി പറയാനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതും ഒന്നും നമ്മൾ ചെക്ക് ചെയ്യണം. എന്തായിരുന്നാലും ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസ്തനാണ്. ദൈവം കാണിച്ചാണ് തീർച്ചയായും തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നാളെ ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിൻ്റെ ഇഷ്ടം എന്തായാലും ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് ഗോഡ് വിൽ ഡു മിറക്കിൾസ്. സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അത് പൂവണിഞ്ഞിരിക്കും. ജോസഫിന്റെ ജീവിതം അതാണ്. ആ കറ്റകൾ എഴുന്നേറ്റ് നിന്ന് അവനെ നമസ്കരിക്കുന്ന കാഴ്ച. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അവന്റെ മാതാപിതാക്കളും സഹോദരന്മാരും ടൈം ഡിലേ വന്നാലും കാത്തിരിക്കും. അതെ, ഒരിക്കലും 13 വർഷം ഒരു വലിയ വർഷമൊന്നുമല്ല. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. കർത്താവിന്റെ നന്മകളും അനുഗ്രഹങ്ങളും വളരെ വേഗത്തിൽ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തോപ്പംപടി ജൂലൈ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദ ഗ്രേറ്റ് മറീന മാൾ, പഴയ പാലത്തിന് സമീപം, തോപ്പംപടി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട ജൂലൈ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടെല്ലിൻ്റെ തകരാറുമായി വല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ ദൈവിക സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ക്യാൻസർ രോഗം ബാധിച്ച പല വ്യക്തികളെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിൽ വിശ്വസിക്കുക. ആം പിറ്റിനകത്ത് കൈയുടെ താഴെ ഈ ഭാഗത്തായി കക്ഷത്തിൽ ഒരു ഗ്രോത്ത് വന്ന് അത് മലീഗ്നൻ്റാണ്, പ്രോബ്ലം ഉള്ളതാണ് എന്ന് കണ്ടെത്തി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. ഹാർട്ടിൻ്റെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുടലിനകത്ത് ഏതൊരു
ഒരു ഗ്രോത്ത്, ഒരു മുഴ പോലെ ഉണ്ടായി. അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ഓരോ വ്യക്തി അങ്ങ് തൊടുന്നതിനാൽ നന്ദി പറഞ്ഞ് ഈ സമയത്ത് വളരെ കണ്ണുനീരോടെ, ഹൃദയത്തിൽ വലിയ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ചിലരെ യേശു കർത്താവ് കണ്ട് തൊട്ട് സൗഖ്യമാക്കുകയാണ്. കർത്താവ് യേശു നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. അതുപോലെ കാലിൻ്റെ പാദത്തിൽ നീർവീക്കം വന്ന് പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരു മാസത്തിൽ തന്നെ പല പ്രാവശ്യം പനി വരുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സമയത്ത് ഈ TV സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ച് രോഗസൗഖ്യത്തെ സ്വീകരിക്കുക, വിടുതലിനെ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമാകട്ടെ, ഒരു അനുഗ്രഹമാകട്ടെ, ഒരു അത്ഭുതമാകട്ടെ, എന്താണോ ആവശ്യമുള്ളത് യേശു കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് നീ ഇത് കൊടുക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് വെള്ളിയാഴ്ച തോപ്പുംപടിയിലാണ്, ശനിയാഴ്ച കാട്ടക്കടയിലാണ്, എറണാകുളം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും. എല്ലാവരും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ വരിക. ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളായ എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷുമാരി, വിദ്യാർത്ഥികൾക്കുള്ള വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ അവൈലബിളാണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. മാത്രമല്ല, വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. എല്ലാവരെയും കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. ബൈ.